ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും സജൂസ് ടേസ്റ്റ്ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു പൂരി റെസിപ്പിയും അതുപോലെ തന്നെ ഒരു പൊട്ടാറ്റോ മസാല കറിയുമാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റും എന്നാൽ നല്ല ക്രിസ്പിയുമായിരിക്കുന്ന നല്ലൊരു പൂരി റെസിപ്പിയാണ്. അത് കൂടുതൽ സമയം ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും. നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നല്ല പഫി ആയിട്ടും ഇരിക്കുന്ന ഒരു പൂരി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് റവയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വറക്കാത്ത റവയാണ്. വറുത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത 1 കപ്പ് റവ കൂടി നമുക്കിതുപോലെ തന്നെ പൊടിച്ചെടുക്കാം. ഇനി ഇതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗോതമ്പ് പൊടിയുടെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റവയൊക്കെ അളന്ന ആ കപ്പിൽ തന്നെയാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം ഒന്നിച്ച് എടുക്കരുത്. നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് വെള്ളത്തിലും മാറ്റം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഒരു അല്പം വെള്ളം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ അത് പാകമായി കിട്ടും. നല്ല സോഫ്റ്റായിട്ട് പാകമായിട്ട് വരും. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആവണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വെള്ളത്തിൽ നിന്നൊരു 2-3 സ്പൂണോളം വെള്ളം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ബാക്കി മുഴുവൻ ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഇനി നമുക്കിത് കുറച്ച് സമയം മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്തെടുക്കാം. എന്നിട്ടൊരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം ഒന്ന് താഴ്ത്തി വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചാറ്റ് മസാലയാണ് എടുക്കുന്നത്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊട്ടാറ്റോ അധികം എടുക്കുക. അതുപോലെ തന്നെ ബാക്കി എല്ലാം കുറച്ചധികം എടുക്കേണ്ടി വരും. അപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ചാറ്റ് മസാല എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നമ്മുടെ കറി റെഡിയാക്കിയെടുക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് വേണ്ടത്. ഞാൻ ആഫ്രിക്കൻ മല്ലിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അധികമൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രം മതി. ഇനിയിപ്പോൾ ഈ രൂപത്തിലാണ് നമ്മുടെ
കറി ഇരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് കണ്ടില്ലേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് ഒന്ന് നീട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ബോൾസാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഒരേ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്താൻ ഒന്നുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് 20 ബോൾസാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ 2 കപ്പ് റവയിൽ നിന്ന് ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ ബോൾസ് ഇതുപോലെ തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. അങ്ങനെ ഒരുപാട് നൈസായിട്ട് പരത്തണ്ട, കുറച്ചൊരു കനത്തിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. എന്ന് വിചാരിച്ച് അങ്ങനെ ഓവറായ കനത്തിലല്ല വേണ്ടത് കേട്ടോ. അധികം വലുപ്പത്തിലും പരത്തിയെടുക്കുന്നില്ല, വലിയൊരു പപ്പടത്തിൻ്റെ വലുപ്പത്തിലൊക്കെ പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളടുത്ത് പത്തിരി പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതിലുള്ള പൊടിയൊക്കെ നന്നായിട്ട് തട്ടിക്കളയണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ എണ്ണയിലൊക്കെ ആ പൊടി ചാടിയിട്ട് അങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഞാൻ എല്ലാം ഒരേ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ കനം എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ ഒരു കനത്തിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ പൂരി ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം കളറ്, അതായത് നല്ല ഗോൾഡൻ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം വെച്ചിട്ട് അത് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു കളറിലാവുമ്പോൾ തന്നെ ഇതിന്ന് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി കൂടി ചെയ്തെടുക്കാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഇതിലൊട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൂരി റെസിപ്പിയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ അല്ലെങ്കിൽ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പോലെ അത്രയ്ക്ക് എണ്ണ കുടിക്കുകയൊന്നുമില്ല, ഒട്ടും എണ്ണ കുടിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു ലേശം പോലും എണ്ണ കുടിക്കില്ല. അപ്പോൾ ആ രീതിക്കാണിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. വളരെ ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഈ ഒരു പൊങ്ങി വന്നതൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ ഇരിക്കും. ഒട്ടും ഇങ്ങനെ താഴ്ന്നു പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ കൂടുതൽ സമയം ഇതുപോലെ തന്നെ സോഫ്റ്റും അതുപോലെ തന്നെ ക്രിസ്പി ആയിരിക്കുന്ന ഒരു പൂരിയാണിത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടാറ്റോ മസാലക്കറിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ആർക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്ത കുഴപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതിരിക്കുന്നത് ഒരു ബോൾ പോലെ ഇരിക്കുന്നുണ്ടല്ലേ. കണ്ടോ, ഇതുപോലെയാണ് ഇതിൻ്റെ ഉള്ളൊക്കെ ഉണ്ടാവുക. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.